ജിമ്മന്മാരുള്ള വീട്ടിലെ അമ്മമാരുടെ എല്ലാ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്താന്ന് ചോദിച്ചാൽ മാസം 10,000 രൂപ അവർക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കണം. ഈ 10,000 രൂപ വീട്ടിലത്തെ അച്ഛൻ്റെ അമ്മയും പൈസ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ജീവന് പോകുന്നുണ്ട്. മുട്ട പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് കാറ്ററിങ്, കൂലിപ്പണി, കിണറിൻ്റെ പണി, അങ്ങനെയുള്ള കുറേ പണികൾ എടുത്തിട്ട് പെയിൻറ്റിൻ്റെ പണി, അങ്ങനെയുള്ള പണിയെടുത്തിട്ടും ആൾക്കാർ ജിമ്മിന് പോയിട്ട് സൈസ് ആക്കുന്നുണ്ട്. രണ്ട് ടൈപ്പിൽ ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടാക്കണം. പിന്നെ എന്തിനാ അച്ഛൻ്റെ അമ്മയും പൈസ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നില്ല. ഇത് ആക്കണ്ട, കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കടാ. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് ഉണ്ടാക്ക്, പൈസ ആക്കിയിട്ട് ഉണ്ടാക്ക്, പൈസ ആക്കിയിട്ട് തടി ഉണ്ടാക്ക്, ബോഡി ഫിറ്റാക്ക്, അങ്ങനെ ആക്ക്. ആരും എന്നോടൊന്നും ചോദിക്കാൻ പറ്റില്ല, ഒരാളൊന്നും ചോദിക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് സ്വന്തമായിട്ട് പിന്നെ പ്രോട്ടീനോ ക്രിയാറ്റിനോ എന്ത് വേണമെങ്കിൽ ആക്കിക്കോ, സ്വന്തമായിട്ട് പ്രശ്നമില്ല. ആ തടിയിൽ നിന്നെ ഒരാളൊന്നും ചോദിക്കാം, നീ എന്ത് ഇത്ര പൈസ ചിലവാക്കി ഇതാക്കുന്നത്, ഇത്ര പൈസ ചിലവിട്ട് എന്ത് പ്രോട്ടീൻ മേടിക്കുന്നത്, ആരൊന്നും പറയാം. ഞാൻ പണിയെടുത്തുള്ള പൈസ എനിക്കിഷ്ടമുള്ള പ്രോട്ടീൻ ഞാൻ മേടിക്കും, ആരൊന്നും പറയില്ല. അങ്ങനെ ചെയ്യ്, സൈസാക്ക്. എന്ത് പിന്നെ